അവൻ നമ്മുടെ അന്തകനാവും. രുദ്രനെ കൊല്ലാൻ താൻ കടിയൻ പരമനെ നിയോഗിച്ചു. അവനതിന് കഴിഞ്ഞില്ല. ഫലമോ? രുദ്രന്റെ കൈക്കരുത്തിൽ കൈകാലുകൾ തളർന്ന് 4 ചുവരിനുള്ളിൽ ഉണങ്ങാത്ത മുറിവുമായി ജടകണക്കെ കിടക്കുന്നു. അതേ അവസ്ഥ, അല്ലെങ്കിൽ അതിലും ദയനീയ അവസ്ഥ നിനക്കുണ്ടാവും. രുദ്രൻ ജിതനെ മീറ്റ് ചെയ്താൽ. അറിയാം, എങ്കിലും എന്തു ചെയ്യണം നിശ്ചയില്ല എനിക്ക്. ജിതനെ കൊല്ലാൻ നിയോഗിച്ച ആ ഇന്റർനാഷണൽ ഫ്രോഡിനെ വിളിച്ചിട്ട് അവൻ മൊബൈൽ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനർത്ഥം അവൻ കൃത്യത്തിൽ നിന്ന് പിന്മാറിയെന്ന് തന്നെയാണ്. ഹലോ, പുരുഷനാണ് സാറേ. അവൻ വീണ്ടും ഇവിടെ വന്നിരുന്നു. ആ രുദ്രൻ. സാർ എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കോ. സാറിന് ഒത്തു കിട്ടിയ അവൻ ഇന്ന് തന്നെ തീർക്കും. എടോ ആദി, എന്താണോ? മരണവുമായവൻ പിന്നാലെ ഉണ്ടെന്ന്. ആ രുദ്രൻ അവൻ എന്നെ തിരക്ക് വീട്ടിലെത്തിനാ പുരുഷൻ വിളിച്ചു പറഞ്ഞേ. ബാലേട്ടൻ വണ്ടിയിലോട്ട് കയറി. എടോ ആദി, രുദ്രൻ ജിതനെ കണ്ടിട്ടുണ്ടാവോ? ഈ നഗരം അരിച്ചു പെറുക്കുകയായിരുന്നില്ല അവൻ. അതിന്റെ റിസൾട്ട് അവരുടെ കൂടിക്കാഴ്ച തന്നെയായിരിക്കും. താൻ നിയോഗിച്ച ആ ഇന്റർനാഷണൽ കൊലയാളി ജിതനെ കൊല്ലാതെ അയാളോട് ഛർദിയുടെ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ രുദ്രന് പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ സ്വന്തം ഭാര്യയും അവളുടെ അച്ഛനെയും ഇല്ലാതാക്കാൻ ആളെ വിട്ട തന്നെ അവൻ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം തന്നെ താൻ കണ്ടെത്തണം. അല്ലെങ്കിൽ അവൻ ആയുധവുമായി പിന്നാലെ വരും. മരണത്തിനപ്പുറം മാപ്പൊന്നും താൻ പ്രതീക്ഷിക്കണ്ട. എന്നാ ഞാൻ ബാലേട്ടന്റെ വീട്ടിലോട്ട്. എന്നിട്ട് വേണം ഞാനും ആയുസ് തീരും മുമ്പേ തനിക്ക് കൂട്ടുവരാൻ. അയ്യോ ബാലേട്ട, സോറി സുഹൃത്തെ, അങ്ങനെ ഒരു സാഹസത്തിന് ഞാനില്ല. ആപത്ത് സമയത്ത് കൈവിട്ടെന്ന് തോന്നരുത്. തന്നെ വീടിനകത്ത് വിളിക്കുന്നത് തീക്കുള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യ. എന്നായാലും മരിക്കും. അത് അവനെ പോലെ ഒരു വാടക കൊലയാളിയുടെ കൈകൊണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ കീരി രുദ്രൻ. ഇതുവരെ ഒരു വിവരമില്ല. വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. അത് മനഃപൂർവ്വം എടുക്കാതിരുന്ന ജബ്ബാർക്ക. നേരിട്ട് അറിയിക്കേണ്ടത് ഫോണിലൂടെ പറഞ്ഞ അതിന്റെ സുഖം പോവും. പാളയം മാർക്കറ്റിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടു, ജിതനെ. രുദ്ര? ആ അതെ, ഒരു നിമിത്തം പോലെ അദ്ദേഹം എന്റെ മുന്നിൽ വന്ന് പെട്ടു. എന്നിട്ട് അയാളുടെ കുത്തിനു പിടിച്ച് ചോദിച്ചില്ലേണ ശാലിനി കുഞ്ഞോ എവിടെയുണ്ടെന്ന്? ചോദിക്കുകയും ചെയ്തു, കാണുകയും ചെയ്തു. രുദ്ര, ശാലിനി നീ കണ്ടു? ശാലിനിയെ, പിന്നെ എന്റെ മോള്, എന്റെ ചോരയെ പറഞ്ഞ
എന്റെ മോള്. അണ്ണാ, എന്നാ ഞങ്ങൾക്കും കാണണം അമ്മയും കുഞ്ഞിനെയും. പോകാന്ന് മാത്രമല്ല, നാളെ മുതല് കീരി അവിടെ തന്നെ ഉണ്ടാവണം. ശാലിനിയുടെ കൂടെ ഹോസ്പിറ്റലില്. ഹോസ്പിറ്റലിലോ? അപ്പോ ശാലിനി ഇതുവരെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയില്ലേ? ഇതൻ സാറ് സ്വയം മാറി നിന്നു. ശാലിനിയെ മാറ്റി നിർത്തി. അവളുടെ ഭർത്താവായ എന്റെ അരികിൽ നിന്ന് പോലും. അതൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല ജബ്ബാർക്ക. ഞാനുൾപ്പെടെ ശാലിനിയെ സ്നേഹിക്കുന്നവരൊക്കെ വേദനിക്കണ്ടെന്ന് കരുതിയിട്ട് തന്നെയാ. പ്രസവത്തോടെ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകിയ അമ്മ പക്ഷേ രോഗിയായിപ്പോയി. ഒരു വശം തളർന്ന് കിടപ്പിലായിപ്പോയി. രുദ്ര, ദയനീയമാണ് കാഴ്ച. അത് കാണണ്ടെന്ന് കരുതിയിട്ട് തന്നെയാ നമ്മളെ ജിതൻ സാർ ഒന്നും അറിയിക്കാതിരുന്നത്, ആരെയും ഒന്നും അറിയിക്കാതിരുന്നത്. ഒരു ഫോൺ കോളിലൂടെ പോലും. കാണണം രുദ്രണ്ണ, ശാലിനിയെ ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. കാണാം. ഇനി എന്റെ ശാലിനിക്കൊരു മാറ്റം ഉണ്ടാവുന്നവരെ, അവള് പഴയ ശാലിനിയെ ആരോഗ്യം വീണ്ടെടുക്കുന്നവരെ സമാധാനമായി സാന്ത്വനമായി നമ്മൾ അവൾക്കരികിൽ ഉണ്ടായേ മതിയാവും. ജിതൻ സാറ്, അദ്ദേഹത്തെ നമ്മൾ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം പേരിട്ട് വിളിച്ചു. സത്യത്തിൽ എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. അതറിയാതെ ആ സാറിന്റെ പുസ്തകം ഞാനെടുത്ത് തീയിട്ടല്ലോ. എല്ലാത്തിനും കാരണക്കാരനായത്, എല്ലാവരുടെയും കാലനായത് അവന ഒറ്റ ഒരുത്തനാ, ആ ആദിത്യൻ.